ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള തേൻനെല്ലിക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെ തേൻനെല്ലിക്ക ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെറും 2 കൂട്ടം സാധനം മാത്രം മതി കേട്ടോ ഈ തേൻനെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നല്ല തേൻനെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നെല്ലിക്ക തന്നെയാണ്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നല്ലതുപോലെ തുടച്ച് ശകലം പോലും വെള്ളമയം ഇല്ലാതെ എടുക്കണം. വെള്ളമയത്തിൻ്റെ ഒരു അംശം പോലും കാണല്ലേ. ഇത് ഏകദേശം ഒരു 33 എണ്ണം കാണും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാമേ. അത്യാവശ്യം വലിപ്പമുള്ള നെല്ലിക്ക തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് തേൻനെല്ലിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അത്യാവശ്യം ഒരു വലിയ കഷ്ണം ശർക്കര ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് പാനിയാക്കി എടുക്കണം. മധുരം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അത്യാവശ്യം മധുരം വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ എന്താണ് ഞാനിത് പാനിയാക്കാൻ വെച്ചു. ഇനി ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദാണ്ട് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച ശേഷം നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെന്ത് പോകണ്ട, പക്ഷേ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ദാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 8-9 മിനിറ്റിനകത്ത് തന്നെ ആവും കേട്ടോ. അപ്പം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആവി കയറി മതിയായ നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഫോർക്ക് വെച്ച് കുത്തിയപ്പം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആവി കയറ്റി നെല്ലിക്ക ഉണ്ടല്ലോ, അതൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. കുത്തി കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മുഴുവൻ നെല്ലിക്ക ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവൻ ശർക്കര പാനിക്കകത്ത് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലും തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാമേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിലതൊക്കെ ആ കുരുവൊന്നും വിട്ട് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് പറ്റിയെടുക്കണം. എന്നാൽ ഒരുപാടങ്ങ് പറ്റി കുറുകി പോകരുത്. ഒരു നൂൽ പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇപ്പം ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഞാൻ ചെയ്യുന്നത്. ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. നമ്മളല്ലാതെ പറ്റാൻ വയ്ക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ തേൻനെല്ലിക്ക നല്ലതുപോലെ പറ്റി ഈ ഒരു പരുവം മതി കേട്ടോ. നൂൽ പരുവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ദാണ്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർക്കാൻ പോകുന്ന തേനാട്ടോ. നമ്മൾ തേൻനെല്ലിക്ക എന്ന് പറയുമ്പോൾ തേനും കൂടെ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം, ശകലം പോലും ചൂട് കാണല്ലേ, നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേനിന് അളവൊന്നുമില്ല, നമുക്ക് എന്തോരം തേൻ വേണോ അത് അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടിയാലും കുഴപ്പമില്ല, ഇനി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഞാൻ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേൻ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു കുപ്പിയിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. കുറേ നാളിത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ശകലം ഏലക്ക പൊടിച്ചത് ചേർക്കാം, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഇതും വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നും തന്നെ ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ നെല്ലിക്കയും തേനും ശർക്കരപ്പാനിയും മാത്രം ചേർത്താണ് ഉണ്ടാക്കിയത്. ഇത് മാത്രം മതി കേട്ടോ ചേർത്തുണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ദാണ്ട് ഞാൻ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നെല്ലിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് ഇരുന്നിട്ട് നല്ലതുപോലെ ഈ ശർക്കരയും തേനും എല്ലാം നമ്മുടെ നെല്ലിക്കയിലോട്ട് പിടിക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.